പ്രിയരെ, അധാർമികതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ധന്യനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. തുടർമാനമായിട്ടുള്ള വേദപഠനം നമ്മുടെ ഉള്ളിൽ നൽകുന്ന പ്രകാശനം എത്രയോ വിലപ്പെട്ടതാണ്. സദൃശവാക്യങ്ങൾ വളരെ കൃത്യമായ രചനയാണ്. ചെറിയ വസ്തുതകൾ അതിൽ നിന്ന് വലിയ ആശയങ്ങളിലേക്കും പഠനങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്ന പ്രസക്ത ഭാഗമാണ് സദൃശവാക്യങ്ങൾ എന്നുള്ളത്. ആഴമായ ചിന്തകൾ അതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുന്ന, പ്രായോഗിക തലത്തിൽ അവനെ ഉന്നതനാക്കാൻ കഴിയുന്ന ഉത്തമമായ മാർഗരേഖകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വേദപുസ്തകത്തിലെ പ്രസക്ത ഭാഗമാണ് സദൃശവാക്യങ്ങൾ എന്നുള്ളതാണ്. സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം വളരെ കൃത്യമായി ദൈവശാസ്ത്രത്തിലെ ധാർമ്മിക വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വകതിരിവ്, വിജ്ഞാനം, ജ്ഞാനം, പരിജ്ഞാനം എന്നിവയെ പറ്റിയുള്ള ഉദാത്തമായ ബോധ്യമാണ് സദൃശവാക്യങ്ങൾ 5-ാം അധ്യായം നമുക്ക് നൽകിത്തരുന്ന പ്രധാന പ്രമേയം എന്നുള്ളത്. ധാർമ്മിക ബോധ്യമുള്ളവരാകുക, ധാർമ്മിക മൂല്യമുള്ളവരായി തീരുക, അത് എല്ലാവരെയും പറ്റി ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നഗ്നമായ യാഥാർത്ഥ്യം. പ്രിയരെ, അധാർമികതകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. എവിടെ നോക്കിയാലും അധാർമികതകൾ. ഏത് സാഹചര്യങ്ങളും നോക്ക്, വിദ്യാ കേന്ദ്രങ്ങൾ, ഉപജീവന ഉപാധികൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന പല മേഖലകൾ, എവിടെ നോക്കിയാലും അധാർമികതയുടെ ഒരു വേലിയേറ്റം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. മുമ്പ് ഉള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഇന്ന് പരസ്യ സ്ഥലങ്ങളിൽ പോലും ഇതുപോലെയുള്ള ധാർമ്മികമായ അധപ്പതിച്ച വസ്തുതകളെ കാണേണ്ടി വരുന്ന ഒരു ഗതികേട് നമ്മെ വളരെ വേദനിപ്പിക്കുന്ന വസ്തുത തന്നെയാണ്. പ്രിയരെ, ധാർമ്മിക ബോധമുള്ളവരായി തീരുക. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ നാട് ഞാൻ ഓർപ്പിച്ചതുപോലെ വല്ലാത്ത ഗതികേടിലൂടെ സഞ്ചരിക്കുന്നു. ഇവിടെ 5 വയസ്സുകാരെയും 50 വയസ്സുകാരെയും പീഡിപ്പിക്കപ്പെടുന്നു. പണ്ടൊക്കെ പീഡന വാർത്തകൾ എന്നുള്ളത് ഞെട്ടിപ്പിക്കുന്ന വാർത്തകളായിരുന്നു, അല്ലേ? അന്ന് 4-5 പേജുകൾ മാത്രം അടങ്ങിയിരിക്കുന്ന പത്രത്തിനകത്ത് ലഭ്യമായിരുന്ന വാർത്തകൾ എന്തായിരുന്നു? ദേശനിർമ്മാണത്തെ പറ്റിയുള്ള വാർത്തകൾ, വികസനത്തെ പറ്റിയുള്ള വാർത്തകൾ, വളരെ വിജ്ഞാനപരമായ ആശയങ്ങൾ പറ്റി സംവദിക്കപ്പെട്ടിരിക്കുന്ന പ്രമേയങ്ങൾ അടങ്ങിയിരിക്കുന്ന വാർത്തകളായിരുന്നു അന്നത്തെ വാർത്തകളെങ്കിൽ ദീർഘവർഷങ്ങൾ കഴിഞ്ഞ് മലയാള മനോരമയാകട്ടെ, മാതൃഭൂമിയാകട്ടെ, ഇതര പത്ര സംവിധാനങ്ങളാകട്ടെ, ദേശാഭിമാനിയാകട്ടെ, പത്രത്താളുകൾ വർദ്ധിച്ചു. 25-ലധികം 26-ലധികം പത്രത്താളുകൾ ഇന്ന് വർദ്ധിച്ചു. പക്ഷേ അതിനകത്ത് കുത്തി നിറയപ്പെട്ട വാർത്തകൾ മുഴുവനും മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അധാർമികതയുടെ വാർത്തകളാണ്, പീഡന പരമ്പരയുടെ വാർത്തകളാണ്. ഇവിടെയാണ് ധാർമ്മിക ബോധമുള്ളവരായി നാം മാറേണ്ട അതീവ പ്രസക്തി ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെന്ത് വേണം? ജ്ഞാനമുണ്ടാകണം, വകതിരിവുണ്ടാകണം, വിവേകമുണ്ടാകണം, പരിജ്ഞാനമുണ്ടാകണം. വിവേകവും വകതിരിവും ഒരു വ്യക്തിയിൽ ഉണ്ടാകുമ്പോഴാണ് ജ്ഞാനത്തിൻ്റെ പ്രധാന ഭാഗങ്ങളിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നത്. ജ്ഞാനമെന്നത് ഒരു വസ്തുതയെ പറ്റിയുള്ള അറിവാണെങ്കിൽ, പരിജ്ഞാനമുള്ളത് ആ വസ്തുതയിൽ പ്രായോഗിക തലത്തിലേക്ക്, അതിൻ്റെ നല്ല ഉദ്ദേശത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് പരിജ്ഞാനം എന്നുള്ളത്. ഇന്നത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ഇന്ന ദൂഷ്യവശങ്ങളുണ്ട്, ഇന്ന നല്ല കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ തന്നെ ആ നല്ല കാര്യങ്ങളെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ആ വിഷയവുമായി സംബന്ധിച്ചുള്ള അതിൻ്റെ പരിജ്ഞാനം എന്നുള്ളത്. ബഹുമാന്യരെ, ധാർമ്മിക മൂല്യച്യുതി സംഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നുകൂടെ കടന്നു കയറി പറഞ്ഞു കഴിഞ്ഞാൽ, ആത്മീയ ഗോളത്തിൽ പോലും ഇതുപോലെയുള്ള വിഷയങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ധാർമ്മിക ബോധമുള്ളവരായി തീരാൻ, ദൈവമായിട്ടുള്ള അഭേദ്യ ബന്ധത്തിൽ നമ്മുടെ കുടുംബജീവിതത്തെ, രഹസ്യ പരസ്യ ജീവിതത്തെ കാത്തു സൂക്ഷിക്കാൻ ഈ അധ്യായത്തിലൂടെ കൃത്യമായി നമ്മളോട് ദൈവം തൻ്റെ ദാസനിലൂടെ
ഒരു നിയോഗം പങ്കുവെക്കുകയാണ്. പ്രിയരെ, ധാർമ്മിക ബോധ്യമുള്ളവരായി, ധാർമ്മികത്തിൻ്റെ ഉന്നതമായ ഭാവമുള്ളവരായി വർദ്ധിക്കുവാൻ എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.